Next is scope rules. First one is scope. Scope means the textual region of a program in which a binding is active. Scope of an object means the region where the binding is active. Scope of an object is a region where the binding is active. During a subroutine entry, ഒരു subroutine call ചെയ്യുന്ന ടൈമിലാണ് ലോക്കൽ വേരിയബിൾസിൻ്റെ ബൈൻഡിങ് നടക്കുന്നത്. ബൈൻഡിങ് ഓഫ് ലോക്കൽ വേരിയബിൾസ്. അവിടെ ഹോൾ എന്ന് പറയുന്നൊരു കൺസെപ്റ്റ് ഉണ്ട്. ഹോൾ എന്ന് പറയുന്ന കൺസെപ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു എക്സാമ്പിൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇൻറ്റ് എ ഒരു ഗ്ലോബൽ വേരിയബിൾ ആണ്. മെയിൻ ഫങ്ഷൻ, ദെൻ ബി എന്ന് പറയുന്നൊരു സബ്റൂട്ടീൻ. ബി എന്ന് പറഞ്ഞ സബ്റൂട്ടീനകത്തുള്ള ഒരു ലോക്കൽ വേരിയബിൾ ആണ് ഇൻറ്റ് എ. അപ്പോൾ നോക്കിക്കേ, ഇവിടെ ബി എന്ന് പറഞ്ഞ സബ്റൂട്ടീനകത്തുള്ള ഒരു ലോക്കൽ വേരിയബിൾ ആണ് ഏത്? ഇൻറ്റ് എ. ഇങ്ങനെ വരുന്ന സമയത്ത് ഗ്ലോബൽ വേരിയബിളിൻ്റെ നെയിമും ബി എന്ന് പറഞ്ഞ സബ്റൂട്ടീനകത്തുള്ള ലോക്കൽ വേരിയബിളിൻ്റെ നെയിമും സെയിം ആണ്. അപ്പോൾ ഇങ്ങനെ വരുന്ന കേസിൽ ബി എന്ന് പറഞ്ഞ സബ്റൂട്ടീൻ ആക്റ്റീവ് ആവുന്ന ടൈമിൽ എ എന്ന് പറയുന്ന ഈ വേരിയബിളിൻ്റെ ബൈൻഡിങ് നടക്കും. ബൈൻഡിങ് നടക്കണമെങ്കിൽ ഗ്ലോബൽ വേരിയബിളായ എനെ എന്ത് ചെയ്യും? ഈ എനെ എന്ത് ചെയ്യും? ഡീആക്ടിവേറ്റ് ചെയ്യും. ആ കൺസെപ്റ്റിനെ പറയുന്ന പേരാണെന്ത്? ഹോൾ. ആ കൺസെപ്റ്റിനെ പറയുന്ന പേരാണ് ഹോൾ. ഇനി ഒരു സബ്റൂട്ടീനിൽ നിന്നും എക്സിറ്റ് ചെയ്യുന്ന ടൈം, റിട്ടേൺ ചെയ്യുന്ന ടൈമിൽ എന്ത് ചെയ്യും? ലോക്കൽ വേരിയബിൾസിനെ എല്ലാം ഡിസ്ട്രോയ് ചെയ്യും. അതായത് ഈ ലോക്കൽ വേരിയബിൾസിനെ എന്ത് ചെയ്യും? സബ്റൂട്ടീനകത്തുള്ള ലോക്കൽ വേരിയബിളിനെ ഡിസ്ട്രോയ് ചെയ്തിട്ട് നമ്മൾ ഈ ബി എന്ന് പറഞ്ഞ സബ്റൂട്ടീനകത്തുള്ള ലോക്കൽ വേരിയബിൾ ആക്റ്റീവ് ആകുന്ന സമയത്ത് നമ്മൾ ഗ്ലോബൽ വേരിയബിളിനെ ഡീആക്ടിവേറ്റ് ചെയ്തായിരുന്നല്ലേ? അപ്പോൾ ആ ഡീആക്ടിവേറ്റ് ചെയ്ത ഗ്ലോബൽ വേരിയബിളിനെ സബ്റൂട്ടീൻ എക്സിറ്റ് ചെയ്യുന്ന സമയത്ത് അതിനെ എന്ത് ചെയ്യും? തിരിച്ച് റീആക്ടിവേറ്റ് ചെയ്യും. അപ്പോൾ ഹോൾ എന്ന് പറഞ്ഞ കൺസെപ്റ്റ് വേറൊരു എക്സാമ്പിൾ വെച്ച് നോക്കാം. ഇവിടെ നോക്കിക്കേ, P1 എന്ന് പറഞ്ഞൊരു പ്രൊസീജിയർ ഉണ്ട്. P1 എന്ന് പറഞ്ഞ പ്രൊസീജിയറിനകത്തുള്ള വേരിയബിൾ ആണ് എന്ത്? എക്സ്. P2 എന്ന് പറഞ്ഞ പ്രൊസീജിയറിനകത്തും ഒരു വേരിയബിൾ ഉണ്ട്, ഒരു ലോക്കൽ വേരിയബിൾ ഉണ്ട്. അതിൻ്റെ നെയിമും എന്ത് തന്നെയാണ്? എക്സ് തന്നെയാണ്. കണ്ടോ? അപ്പോൾ രണ്ടും P1ൻ്റെ വേരിയബിളും എക്സ് ആണ്, ലോക്കൽ വേരിയബിളും എക്സ് ആണ്. P2 എന്ന് പറഞ്ഞ പ്രൊസീജിയറിൻ്റെ ലോക്കൽ വേരിയബിളും എക്സ് ആണ്. ഇങ്ങനെ വരുന്ന കേസിൽ P2 എന്ന് പറഞ്ഞ സബ്റൂട്ടീൻ എപ്പോഴാണോ ആക്റ്റീവ് ആകുന്നത്, അല്ലെങ്കിൽ P2 എന്ന് പറഞ്ഞ സബ്റൂട്ടീൻ എപ്പോഴാണോ കോൾ ചെയ്യുന്നത്, P1നകത്തുള്ള എക്സിനെ എന്ത് ചെയ്യും? ഹൈഡ് ചെയ്യും. അതായത് ഈ എക്സിനെ എന്ത് ചെയ്ത് വെക്കും? ഹൈഡ് ചെയ്ത് വെക്കും. ആ കൺസെപ്റ്റിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഹോൾ എന്ന് പറയുന്നത്, അല്ലേ? അപ്പോൾ ഈ എക്സിനെ ഹൈഡ് ചെയ്ത് വെച്ചേക്കാണ്, അല്ലേ? ഈ എക്സിനെ ഹൈഡ് ചെയ്ത് വെച്ചേക്കാണ്. അപ്പോൾ അതിനെയാണ് എന്തെന്ന് പറയുന്നത്? നോൺ ലോക്കൽ ഒബ്ജക്ട്സ് എന്ന് പറയുന്നത്. ആ ഹിഡൻ വേരിയബിളിനെയാണ് എന്തെന്ന് പറയുന്നത്? നോൺ ലോക്കൽ ഒബ്ജക്റ്റ്. അപ്പം നമുക്ക് എന്ത് ചെയ്യണം? ഈ നോൺ ലോക്കൽ ഒബ്ജക്റ്റിനെ നമുക്ക് ആക്സസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ രണ്ട് മെത്തേഡ്സ് ആണ് യൂസ് ചെയ്യുന്നത്. ഒന്ന് ക്വാളിഫയറും പിന്നൊന്ന് സ്കോപ്പ് റെസല്യൂഷൻ ഓപ്പറേറ്ററും. C++ ലാംഗ്വേജിലാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? സ്കോപ്പ് റെസല്യൂഷൻ ഓപ്പറേറ്റർ യൂസ് ചെയ്ത് ആ നോൺ ലോക്കൽ ഒബ്ജക്റ്റിനെ ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് P1 എന്ന് പറഞ്ഞ പ്രൊസീജിയറിനകത്ത് ഹൈഡ് ചെയ്ത എക്സ് എന്ന് പറഞ്ഞ വേരിയബിളിനെ തിരിച്ച് ആക്സസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് എന്ത്? സ്കോപ്പ് റെസല്യൂഷൻ ഓപ്പറേറ്റർ ഇൻ C++. അതുപോലെ അഡ എന്ന് പറഞ്ഞ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൽ നമ്മൾ ഈ നോൺ ലോക്കൽ ഒബ്ജക്റ്റിനെ ആക്സസ് ചെയ്യാനായിട്ട് നമുക്ക് എന്ത് വിളിച്ചാൽ മതി? P1.x. കണ്ടോ? P1.x എന്ന് വിളിച്ചു കഴിഞ്ഞാൽ അഡ എന്ന് പറഞ്ഞ ലാംഗ്വേജിൽ P1.x, പ്രൊസീജിയർ 1 ആണ് P1.x എന്ന് വിളിച്ചു കഴിഞ്ഞാൽ ഈ എക്സ് എന്ന് പറഞ്ഞ ഈ നോൺ ലോക്കൽ ഒബ്ജക്റ്റിനെ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും? ആക്സസ് ചെയ്യാനായിട്ട് പറ്റും. മനസ്സിലായോ ഹോൾ എന്ന് പറഞ്ഞ കൺസെപ്റ്റ് എന്താണെന്ന്? അപ്പോൾ ഹൈഡ് ചെയ്ത് വെച്ചിരിക്കുന്ന നോൺ ലോക്കൽ ഒബ്ജക്ട്സിനെ ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ക്വാളിഫയേഴ്സും സ്കോപ്പ് റെസല്യൂഷനും ഓപ്പറേറ്റർ യൂസ് ചെയ്യുന്നത്. ക്വാളിഫയേഴ്സ് യൂസ് ചെയ്യുന്നത് അഡ ലാംഗ്വേജിലും അതിൻ്റെ ഫോമാറ്റാണ് P1.x. കാര്യം എന്ന് വെച്ചാൽ P1 എന്ന് പറഞ്ഞ പ്രൊസീജിയറിനകത്തുള്ള എക്സിനെയാണ് നമ്മൾ എന്ത് ചെയ്ത് വെച്ചത്? ഡീആക്ടിവേറ്റ് ചെയ്ത് വെച്ചത് P2 ആക്റ്റീവ് ആവുന്ന ടൈമിൽ, അല്ലേ? ഇനി സ്കോപ്പ് റെസല്യൂഷൻ ഓപ്പറേറ്റർ വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? C++ ലാംഗ്വേജിൽ എക്സ് എന്ന് പറഞ്ഞ ഈ നോൺ ലോക്കൽ ഒബ്ജക്റ്റിനെ, P1നകത്തുള്ള എക്സ് എന്ന് പറയുന്ന ഈ നോൺ ലോക്കൽ ഒബ്ജക്റ്റിനെ നമ്മൾ ആക്സസ് ചെയ്യുന്നത്. അപ്പോൾ കണ്ടല്ലോ, ഹൗ ക്യാൻ വി ആക്സസ് എ നോൺ ലോക്കൽ ഒബ്ജക്ട്സ്. അപ്പോൾ സ്കോപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ദ റീജിയൻ വെയർ ദ ബൈൻഡിങ് ഇസ് ആക്റ്റീവ്.
അല്ലേ? ദ റീജിയൻ വേർ ദ ബൈൻഡിങ് ഇസ് ആക്റ്റീവ്. ആൽഗോൾ 68 എന്ന് പറഞ്ഞ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് എടുക്കുകയാണെങ്കിൽ അവിടെയുള്ള ഒരു കൺസെപ്റ്റാണ് ഇലാബറേഷൻ. ഇലാബറേഷൻ ഈസ് ഓൾസോ എ ബൈൻഡിങ്. ഇലാബറേഷൻ എക്സാമ്പിളാണ് നമ്മൾ സിയിൽ യൂസ് ചെയ്യുന്ന ഹാഷ് ഡിഫൈൻ. N10 ഹാഷ് ഡിഫൈൻ N10 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഈ n എന്ന് പറഞ്ഞ വേരിയബിൾ നമ്മുടെ പ്രോഗ്രാമിൽ എവിടെയൊക്കെ ഉണ്ടോ അവിടെ എല്ലാം എന്ത് ചെയ്യും? ആ n എന്ന് പറഞ്ഞ വേരിയബിൾ എൻകൗണ്ടർ ചെയ്യുന്ന സമയത്ത് 10 എന്ന് പറഞ്ഞ ഒബ്ജക്റ്റ് കൊണ്ട് അതിനെ ബൈൻഡ് ചെയ്യും. ഈ കൺസെപ്റ്റിനെ പറയുന്ന പേരാണ് ഇലാബറേഷൻ. ഇനി സ്കോപ്പ് 2 ടൈപ്പ് ഉണ്ട്. സ്റ്റാറ്റിക്കലി സ്കോപ്ഡ് ലാംഗ്വേജും ഉണ്ട്, ഡൈനമിക്കലി സ്കോപ്ഡ് ലാംഗ്വേജും ഉണ്ട്. സ്റ്റാറ്റിക്കലി സ്കോപ്ഡ് ലാംഗ്വേജ് മീൻസ് ബൈൻഡിങ് ഇസ് ഡിറ്റർമൈൻഡ് അറ്റ് കമ്പൈൽ ടൈം. അതിന് എക്സാമ്പിളാണ് നമ്മുടെ സി ലാംഗ്വേജ്. അതുപോലെ ഡൈനമിക്കലി സ്കോപ്ഡ് ലാംഗ്വേജ് മീൻസ് ബൈൻഡിങ് ഇസ് ഡിറ്റർമൈൻഡ് അറ്റ് റൺ ടൈം. അതിന് എക്സാമ്പിളാണ് ലിസ്പ് ലാംഗ്വേജ്, APL, സ്നബോൾ ആൻഡ് പേൾ. നെക്സ്റ്റ് നമുക്ക് സ്റ്റാറ്റിക് ബൈൻഡിങ്ങിൻ്റെ ഒരു എക്സാമ്പിൾ നോക്കാം. സ്റ്റാറ്റിക് സ്കോപ്പിങ്ങിൻ്റെ ഒരു ബൈൻഡിങ്ങിൻ്റെ എക്സാമ്പിൾ നോക്കാം. ഇവിടെ കണ്ടോ, ഇവിടെ ഇറ്റ് ബൈൻഡ്സ് എ ഇൻ ഫസ്റ്റ് ടു ദി ഗ്ലോബൽ വേരിയബിൾ ഓഫ് എ. ഇത് സ്റ്റാറ്റിക് സ്കോപ്പിംഗ് ആയതുകൊണ്ട് നമ്മൾ എപ്പോഴും ലാസ്റ്റ് ലെക്ചറിലും പറഞ്ഞായിരുന്നു, സ്റ്റാറ്റിക് സ്കോപ്പിങ്ങിന് എക്സാമ്പിൾ ആണ് എന്ത്? ഗ്ലോബൽ വേരിയബിൾ. സ്റ്റാറ്റിക് സ്കോപ്പിങ്ങിൻ്റെ എക്സാമ്പിൾ ആണ് ഗ്ലോബൽ വേരിയബിൾ. സോ ഇവിടെ എക്ക് വേണ്ടി നമ്മൾ ബൈൻഡ്സ് എ ഇൻ ഫസ്റ്റ് ടു ദി ഗ്ലോബൽ വേരിയബിൾ ഓഫ് എ. ഇവിടെ നമ്മുടെ എയുടെ വാല്യൂ ബൈൻഡ് ചെയ്യുന്നത് ഗ്ലോബൽ വേരിയബിൾ ആയിട്ടായിരിക്കും. ഇനി ഡൈനമിക് സ്കോപ്പിംഗ് നോക്കിക്കഴിഞ്ഞാൽ അവിടെ എയുടെ വാല്യൂ, എയുമായിട്ട് ബൈൻഡ് ചെയ്യുന്ന വാല്യൂ എന്ന് പറയുന്നത് ഒരു ലോക്കൽ വേരിയബിളായിട്ടായിരിക്കും. എന്തായിട്ടായിരിക്കും? ലോക്കൽ വേരിയബിൾ. അപ്പോൾ സ്റ്റാറ്റിക് സ്കോപ്പിങ്ങിൽ നമ്മൾ ബൈൻഡ് ചെയ്യുന്നത് ഗ്ലോബൽ വേരിയബിളായിട്ടും ഡൈനമിക് സ്കോപ്പിങ്ങിൽ റൺ ടൈമിൽ നമ്മൾ ബൈൻഡ് ചെയ്യുന്നത് ഏത് സബ് റൂട്ടീനിലാണോ നമ്മൾ നിൽക്കുന്നത്, കറൻ്റ്ലി ആക്റ്റീവ്, അതിൻ്റെ ലോക്കൽ വേരിയബിളായിട്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്? ബൈൻഡ് ചെയ്യുന്നത്. കണ്ടോ, ഇവിടെ വരുന്ന ഔട്ട്പുട്ട് 1 ഉം ഡൈനമിക് സ്കോപ്പിങ്ങിൽ ആ കൺട്രോൾ ഫ്ലോ, എക്സിക്യൂഷൻ്റെ ഫ്ലോ അനുസരിച്ചിട്ടാണ് ഉള്ള വാല്യൂ ആണ് നമുക്ക് കിട്ടുന്നത് അല്ലേ? എക്സിക്യൂഷൻ്റെ ഫ്ലോ അനുസരിച്ച് നമ്മൾ എ ആയിട്ട് ബൈൻഡ് ചെയ്യുന്ന വാല്യൂ എന്ന് പറയുന്നത് സെക്കൻഡ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ്റെ ലോക്കൽ വേരിയബിളായിട്ടാണ്. സോ ദ പ്രോഗ്രാം ഔട്ട്പുട്ട് ഇസ് 2. നെക്സ്റ്റ് ഇസ് സ്റ്റാറ്റിക് സ്കോപ്പിംഗ് ഓർ ലെക്സിക്കൽ സ്കോപ്പിംഗ്. സ്റ്റാറ്റിക് സ്കോപ്പിംഗ് മീൻസ് the binding is happened at compile time. ഒരു എക്സാമ്പിൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ സി ലാംഗ്വേജ് ഒരു സ്റ്റാറ്റിക് സ്കോപ്ഡ് ലാംഗ്വേജിന് എക്സാമ്പിളാണ്. ഏർലി ബേസിക് ലാംഗ്വേജ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനകത്തുള്ള എല്ലാ വേരിയബിൾസും ഗ്ലോബൽ ആയിരിക്കും. അതിൻ്റെ വിസിബിലിറ്റി, അതിൻ്റെ സ്കോപ്പ് എന്ന് പറയുന്നത് ത്രൂ ഔട്ട് ദി പ്രോഗ്രാം ആയിരിക്കും. ഇനി ഫോർട്രാൻ 77 ആ ലാംഗ്വേജ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ലോക്കൽ വേരിയബിളിൻ്റെ സ്കോപ്പ് എന്ന് പറയുന്നത് ആ ഒരു സബ് റൂട്ടീനകത്ത് മാത്രമായിരിക്കും. ആൻഡ് ദ ഗ്ലോബൽ വേരിയബിളിൻ്റെ സ്കോപ്പ് എന്ന് പറയുന്നത് ഹോൾ പ്രോഗ്രാം, എൻറ്റയർ പ്രോഗ്രാമിൽ കാണും. അൺലെസ് ഇറ്റ് ഇസ് ഹിഡൻ ബൈ എ ലോക്കൽ വേരിയബിൾ ഓഫ് ദി സെയിം നെയിം. കേട്ടോ? ഇനി ആൽഗോൾ 60, പാസ്കൽ, അഡ ഈ ലാംഗ്വേജസ് എടുക്കുകയാണെങ്കിൽ അതിൻ്റെ സ്കോപ്പ് എന്ന് പറയുന്നത് ക്ലോസസ്റ്റ് നെസ്റ്റഡ് സ്കോപ്പാണ്. അപ്പോൾ ആൽഗോൾ 60, പാസ്കൽ, അഡ യൂസസ് ദി ക്ലോസസ്റ്റ് നെസ്റ്റഡ് സ്കോപ്പ്. ക്ലോസസ്റ്റ് നെസ്റ്റഡ് സ്കോപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളൊരു നെയിം ഡിക്ലെയർ ചെയ്യുവാണെങ്കിൽ അതിൻ്റെ സ്കോപ്പ് എന്ന് പറയുന്നത് ആ പോയിന്റ് തുടങ്ങി ആ ബ്ലോക്കിനകത്ത് അതിൻ്റെ ഇന്നർ ബ്ലോക്കിലായിരിക്കും വരിക. നമ്മൾ എവിടെയാണോ ഒരു നെയിം ഡിക്ലെയർ ചെയ്യുന്നത് അതിൻ്റെ സ്കോപ്പ് എന്ന് പറയുന്നത് ആ പോയിന്റ് തുടങ്ങി ആ ബ്ലോക്കിനകത്തായിരിക്കും അതിൻ്റെ സ്കോപ്പ്. അപ്പോൾ ആ ബ്ലോക്കിനകത്ത് വേറെ സബ് റൂട്ടീൻസ് വരുവാണ്, വേറെ നെസ്റ്റഡ് സബ് റൂട്ടീൻസ്, ആ ബ്ലോക്കിനകത്ത് വേറെ നെസ്റ്റഡ് സബ് റൂട്ടീൻസ് വരുവാണെന്നുണ്ടെങ്കിൽ അതിനകത്തേക്കും കൂടെ അതിൻ്റെ സ്കോപ്പ് എക്സ്റ്റെൻഡ് ചെയ്യും. അപ്പോൾ അതിനകത്തുള്ള നെസ്റ്റഡ് സബ് റൂട്ടീൻസിൽ ഈ സെയിം നെയിം തന്നെ റീഡിക്ലെയർ ചെയ്യുവാണ് എന്നുണ്ടെങ്കിൽ അതിൻ്റെ ഔട്ടർ സ്കോപ്പ് എന്ന് പറഞ്ഞാൽ ഹിഡൻ ആവും. ദാറ്റ് ഇസ് കോൾഡ് ക്ലോസസ്റ്റ് നെസ്റ്റഡ് സ്കോപ്പ്. അപ്പോൾ ക്ലോസസ്റ്റ് നെസ്റ്റഡ് സബ് റൂട്ടീന് എക്സാമ്പിളാണ് ക്ലോസസ്റ്റ് നെസ്റ്റഡ് സ്കോപ്പിന് എക്സാമ്പിളാണ് നെസ്റ്റഡ് സബ് റൂട്ടീൻ. അപ്പോൾ നെസ്റ്റഡ് സബ് റൂട്ടീനിൽ നമ്മളൊരു ഡിക്ലറേഷൻ പോയിന്റ് കണ്ടു കഴിഞ്ഞാൽ ആ ഡിക്ലറേഷൻ പോയിന്റ് ഇന്നർമോസ്റ്റ് സ്കോപ്പാണ് നമ്മൾ ചെക്ക് ചെയ്യുക. ഇന്നർമോസ്റ്റ് സ്കോപ്പ് ഇല്ലെങ്കിൽ മാത്രമേ നമ്മൾ അതിൻ്റെ
ഔട്ടർ മോസ്റ്റ് സ്കോപ്പ്, സറൗണ്ടിങ് സ്കോപ്പിലേക്ക് നമ്മൾ നോക്കത്തുള്ളൂ. അപ്പോൾ നെസ്റ്റഡ് സബ് റൂട്ടീനകത്ത് വേരിയബിൾസിൻ്റെ സ്കോപ്പ് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ P1 എന്ന് പറഞ്ഞ പ്രൊസീജിയർ ഉണ്ട്. ആ P1 എന്ന് പറഞ്ഞ പ്രൊസീജിയറിനകത്ത് നെസ്റ്റ് ചെയ്തിരിക്കുന്ന സബ് റൂട്ടീൻസ് ആണ് P2, P3 ആൻഡ് P4. അപ്പോൾ P1 എന്ന് പറഞ്ഞ പ്രൊസീജിയറിനകത്തുള്ള ആർഗ്യുമെൻറ്റ്സ് ആണ് A1. അപ്പോൾ A1ൻ്റെ സ്കോപ്പ് എന്ന് പറയുന്നത് P1-ലുണ്ടാവും, P2-ലുണ്ടാവും, P3-ലുണ്ടാവും, P4-ലുണ്ടാവും, ടിൽ അതിൻ്റെ എൻഡ് വരെ ഉണ്ടാവും P1ൻ്റെ സ്കോപ്പ്. ദെൻ എക്സിൻ്റെ സ്കോപ്പ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എക്സ് എന്ന് പറയുന്നത് P1 എന്ന് പറഞ്ഞ പ്രൊസീജിയറിനകത്താണ് എക്സ്. അപ്പോൾ P1 എന്ന് പറഞ്ഞ പ്രൊസീജിയറിനകത്ത് നെസ്റ്റ് ചെയ്തിരിക്കുന്നതാണ് P2, പ്രൊസീജിയർ P2, P3 ആൻഡ് പ്രൊസീജിയർ P2 ആൻഡ് P3. അപ്പോൾ എക്സ് എന്ന് പറഞ്ഞ വേരിയബിൾ, ഈ എക്സ് എന്ന് പറയുന്ന വേരിയബിൾ P1ൻ്റെ ലോക്കൽ വേരിയബിൾ ആണ്. പക്ഷേ P1-നകത്ത് നെസ്റ്റ് ചെയ്തിരിക്കുന്ന പ്രൊസീജിയേഴ്സ് ആണ് P1, P2, P3, P4. അപ്പോൾ എക്സിൻ്റെ സ്കോപ്പും ഫുൾ ഉണ്ടാവും. അതുപോലെ P2 എന്ന് പറഞ്ഞ പ്രൊസീജിയർ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ P2 എന്ന് പറഞ്ഞ പ്രൊസീജിയർ P1-നകത്താണ് നെസ്റ്റ് ചെയ്തിരിക്കുന്നത്. സോ P2ൻ്റെ സ്കോപ്പും ഫുൾ ഉണ്ടാവും, ടോപ്പ് ടു ബോട്ടം വരെ ഉണ്ടാവും. അപ്പോൾ നെക്സ്റ്റ് A2 എന്ന് പറഞ്ഞ ആർഗ്യുമെൻറ്റ് P2-നകത്തുള്ളതാണ്, പ്രൊസീജിയർ P2-നകത്തുള്ളതാണ്. അപ്പോൾ A2 എന്ന് പറഞ്ഞ ആർഗ്യുമെൻറ്റിൻ്റെ സ്കോപ്പ് P2-ലും ഉണ്ടാവും, P3-ലും ഉണ്ടാവും. അതുപോലെ നെക്സ്റ്റ് P3 എന്ന് പറഞ്ഞ പ്രൊസീജിയർ P2-നകത്താണ് നെസ്റ്റ് ചെയ്തിരിക്കുന്നത് അല്ലേ. P3 എന്ന് പറയുന്ന പ്രൊസീജിയർ P2-നകത്താണ് നെസ്റ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ P3 എന്ന് പറഞ്ഞ പ്രൊസീജിയറിൻ്റെ സ്കോപ്പ് P2-ലും ഉണ്ടാവും, P3-ലും ഉണ്ടാവും. നെക്സ്റ്റ് എന്ന് പറയുന്നത് A3 എന്ന് പറഞ്ഞ ആർഗ്യുമെൻറ്റ്, P3 എന്ന് പറഞ്ഞ പ്രൊസീജിയറിനകത്തുള്ളതാണ് A3 എന്ന് പറയുന്ന ആർഗ്യുമെൻറ്റ്. A3 എന്ന് പറഞ്ഞ ആർഗ്യുമെൻറ്റിൻ്റെ സ്കോപ്പ് പ്രൊസീജിയർ P3-ക്കകത്ത് മാത്രമേ ഉണ്ടാകത്തുള്ളൂ. നെക്സ്റ്റ് പ്രൊസീജിയർ P4 എന്ന് പറഞ്ഞ പ്രൊസീജിയറിൻ്റെ സ്കോപ്പ് P1-നകത്താണ് P4-നെ നെസ്റ്റ് ചെയ്തിരിക്കുന്നത്. സോ P4 എന്ന് പറഞ്ഞ പ്രൊസീജിയറിൻ്റെ സ്കോപ്പ് P1-നകത്തുണ്ടാവും, P2-നകത്തുണ്ടാവും, P3-ക്കകത്തുണ്ടാവും, P4-നകത്തുണ്ടാവും. നെക്സ്റ്റ് അടുത്തത് A4 എന്ന് പറഞ്ഞ ആർഗ്യുമെൻറ്റ്. A4 എന്ന് പറഞ്ഞ ആർഗ്യുമെൻറ്റിൻ്റെ സ്കോപ്പ് P4-നകത്ത് മാത്രമായിരിക്കും ഉണ്ടാവുക. അതുപോലെ F1 ഫംഗ്ഷൻ F1 എന്ന് പറഞ്ഞ ഫംഗ്ഷൻ്റെ സ്കോപ്പ് P4-നകത്താണ് F1. സോ F1-ൻ്റെ സ്കോപ്പും P4-നകത്തും F1-നകത്തും മാത്രമായിരിക്കും അതിൻ്റെ സ്കോപ്പ് ഉണ്ടാവുക. ദെൻ A5 എന്ന് പറഞ്ഞ വേരിയബിൾ, A5 എന്ന് പറഞ്ഞ ആർഗ്യുമെൻറ്റ്, ഫംഗ്ഷൻ F1-നകത്തുള്ള ആർഗ്യുമെൻ്റ് ആണ് A5-ൻ്റെ സ്കോപ്പ് ഈ ഫംഗ്ഷനകത്ത് മാത്രമായിരിക്കും ഉണ്ടാവുക. അതുപോലെ അതിനകത്തുള്ള ലോക്കൽ വേരിയബിളായ എക്സിൻ്റെ സ്കോപ്പും ഈ F1 എന്ന് പറഞ്ഞ ഫംഗ്ഷനകത്ത് മാത്രമായിരിക്കും ഉണ്ടാവുക. ഇങ്ങനെയാണ് സ്കോപ്പ് ഓഫ് എ സബ് റൂട്ടീൻ, ഓഫ് എ നെസ്റ്റഡ് സബ് റൂട്ടീൻ. നെക്സ്റ്റ് ടോപ്പിക് ഇസ് സ്റ്റാറ്റിക് ലിങ്ക്. സ്റ്റാറ്റിക് ലിങ്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കറൻ്റ്ലി ആക്റ്റീവ് ആയിട്ടുള്ള വേരിയബിൾസ്, കറൻ്റ്ലി ആക്റ്റീവ് ആയിട്ടുള്ള സബ് റൂട്ടീൻസ് അല്ലെങ്കിൽ കറൻ്റ്ലി ആക്റ്റീവ് ആയിട്ടുള്ള ഫംഗ്ഷൻസിൻ്റെ വേരിയബിൾസ്. ഇപ്പോൾ കറൻ്റ്ലി ആക്റ്റീവ് ആയിട്ടുള്ള സബ് റൂട്ടീനാണ് B എങ്കിൽ ആ Bക്കകത്തുള്ള ലോക്കൽ വേരിയബിൾസ് മാത്രമായിരിക്കും അപ്പോൾ ആക്റ്റീവായിട്ട് നിൽക്കുക അല്ലേ. അപ്പോൾ ആ ബി എന്ന് പറഞ്ഞ സബ് റൂട്ടീൻ കറൻ്റ്ലി ആക്റ്റീവ് ആണെങ്കിൽ B എന്ന് പറഞ്ഞ സബ് റൂട്ടീനൊരു സ്റ്റാക്ക് ഫ്രെയിം ഉണ്ടാവും. അപ്പോൾ ആ സ്റ്റാക്ക് ഫ്രെയിമിനകത്ത് ആ ലോക്കൽ വേരിയബിൾ ആക്റ്റീവ് ആയിരിക്കും കറൻ്റ്ലി B റണ്ണിങ് ആണെന്നുണ്ടെങ്കിൽ. അല്ലെങ്കിൽ B എന്ന് പറഞ്ഞ സബ് റൂട്ടീൻ്റെ ലോക്കൽ വേരിയബിളിൻ്റെ സ്കോപ്പ് എന്ന് പറഞ്ഞാൽ Bക്കകത്ത് മാത്രമായിരിക്കും. ഇപ്പോൾ സ്റ്റാറ്റിക് ലിങ്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നോക്കിക്കേ, ഇവിടെ A എന്ന് പറയുന്ന ഫംഗ്ഷനാണ് പാരൻറ്റ് ഫംഗ്ഷൻ. അപ്പോൾ A എന്ന് പറഞ്ഞ ഫംഗ്ഷനെ കോൾ ചെയ്തപ്പോൾ A എന്ന് പറഞ്ഞാൽ എങ്ങോട്ടേക്ക് പോയി, സ്റ്റാക്കിനകത്തേക്ക് പോയി. Aക്ക് വേണ്ടിയിട്ട് സ്റ്റാക്കിനകത്തൊരു സ്റ്റാക്ക് ഫ്രെയിം ക്രിയേറ്റ് ആയി. ദെൻ A കോൾസ് E, എയിൽ നിന്നുകൊണ്ട് ആരെ കോൾ ചെയ്തു, ഇനെ കോൾ ചെയ്തു. അപ്പോൾ ഇക്ക് വേണ്ടിയിട്ടൊരു സ്റ്റാക്ക് ഫ്രെയിം ക്രിയേറ്റ് ആയി. ദെൻ E കോൾസ് B, അപ്പോൾ ഇക്ക് ഈ ആരെ വിളിച്ചു, ബീനെ വിളിച്ചു. B എന്ന് പറഞ്ഞ സബ് റൂട്ടീനെ വിളിച്ചപ്പോൾ Bക്ക് വേണ്ടിയിട്ട് ഒരു സ്റ്റാക്ക് ഫ്രെയിം ക്രിയേറ്റ് ആയി. ദെൻ B കോൾസ് D എന്ന് പറഞ്ഞ സബ് റൂട്ടീന് വേണ്ടിയിട്ടൊരു സ്റ്റാക്ക് ഫ്രെയിം ക്രിയേറ്റ് ആയി. ദെൻ D കോൾസ് C
ഡി എന്ന് പറഞ്ഞ സബ്റൂട്ടീനകത്ത് നിന്നുകൊണ്ട് ഡി എന്ന് പറഞ്ഞ സബ്റൂട്ടീനകത്ത് നെസ്റ്റ് ചെയ്തിരിക്കുവാണ് സി എന്ന് പറഞ്ഞ സബ്റൂട്ടീൻ. അപ്പോൾ സിക്ക് വേണ്ടിയിട്ടൊരു സ്റ്റാക്ക് ഫ്രെയിം ക്രിയേറ്റ് ആയി കേട്ടോ. എ എന്ന് പറയുന്നതാണ് പാരൻറ്റ് സബ്റൂട്ടീൻ. എ എന്ന് പറഞ്ഞ സബ്റൂട്ടീനകത്ത് നിന്നുകൊണ്ട് നമ്മൾ എ എന്ന് പറഞ്ഞ സബ്റൂട്ടീനകത്ത് നെസ്റ്റ് ചെയ്തേക്കുവാണ് ഇനെ. അപ്പോൾ ഇ എന്ന് പറഞ്ഞ സബ്റൂട്ടീൻ ഇൻവോക്ക് ആയപ്പോഴത്തേക്ക് അതിന് വേണ്ടിയിട്ടൊരു സ്റ്റാക്ക് ഫ്രെയിം ക്രിയേറ്റ് ആയി. ദെൻ ഇ എന്ന് പറഞ്ഞ സബ്റൂട്ടീനകത്ത് നെസ്റ്റ് ചെയ്തേക്കുമായിരുന്നു ബിനെ. അപ്പോൾ ബി എന്ന് പറഞ്ഞ സബ്റൂട്ടീന് വേണ്ടിയിട്ടൊരു സ്റ്റാക്ക് ഫ്രെയിം ക്രിയേറ്റ് ആയി. ദെൻ ബി എന്ന് പറഞ്ഞ സബ്റൂട്ടീനകത്ത് നെസ്റ്റ് ചെയ്തിരിക്കുകയായിരുന്നു ഡിനെ. അപ്പോൾ ഡി ഇൻവോക്ക് ആയപ്പോഴത്തേക്ക് ഡിക്ക് വേണ്ടിയിട്ടൊരു സ്റ്റാക്ക് ഫ്രെയിം ക്രിയേറ്റ് ആയി. അതുപോലെ ഡി എന്ന് പറഞ്ഞ സബ്റൂട്ടീനകത്ത് നെസ്റ്റ് ചെയ്തിരുന്നതാണ് സി. അപ്പോൾ സി എന്ന് പറഞ്ഞ ഫംഗ്ഷൻ കോൾ ചെയ്തപ്പോഴത്തേക്ക് സീനെ സ്റ്റാക്ക് ഫ്രെയിമിൽ അലോക്കേറ്റ് ചെയ്ത്. അപ്പോൾ കറൻ്റ്ലി ആക്റ്റീവായിട്ട് നിൽക്കുന്ന, കറൻ്റ്ലി റണ്ണിങ് ആയിട്ട് അല്ലെങ്കിൽ കറൻ്റ്ലി ഇൻവോക്ഡ് ആയിട്ടുള്ള ഏത് സബ്റൂട്ടീനാണോ ആ സബ്റൂട്ടീനെ പോയിന്റ് ചെയ്തൊരു ഫ്രെയിം പോയിന്റർ കാണും. അതൊക്കെ നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണ്. ഒരു ഫ്രെയിം പോയിന്റർ കാണും. അപ്പോൾ സി എന്ന് പറഞ്ഞ സബ്റൂട്ടീനിൽ നിന്നുകൊണ്ട് എനിക്ക് എയിലുള്ള ഒരു നോൺ ലോക്കൽ ഒബ്ജക്റ്റിനെ ഡയറക്റ്റ് ആക്സസ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. ഡയറക്റ്റ് ആക്സസ് ചെയ്യണമെങ്കിൽ സ്റ്റാറ്റിക് ലിങ്ക് യൂസ് ചെയ്ത് മാത്രമേ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റൂ, ആക്സസ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ സിയുടെ സ്റ്റാറ്റിക് ലിങ്ക് യൂസ് ചെയ്ത് ഞാൻ ബി ആക്സസ് ചെയ്യും. ബിയുടെ സ്റ്റാറ്റിക് ലിങ്ക് യൂസ് ചെയ്ത് മാത്രമേ എനിക്ക് എയിലുള്ള ലോക്കൽ വേരിയബിൾസ് അഥവാ നോൺ ലോക്കൽ ഒബ്ജക്ട്സിനെ എനിക്ക് ആക്സസ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. ദിസ് ഇസ് കോൾഡ് സ്റ്റാറ്റിക് ലിങ്ക്. നെക്സ്റ്റ് ഇസ് ഡിക്ലറേഷൻ ഓർഡർ. ഡിക്ലറേഷൻ ഓർഡർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഞാൻ എ എന്ന് പറയുന്ന ഒരു സബ്റൂട്ടീൻ കോൾ ചെയ്തു എന്ന് വിചാരിക്കുക. അപ്പോൾ എ എന്ന് പറഞ്ഞ സബ്റൂട്ടീനകത്ത് കുറച്ച് സ്റ്റേറ്റ്മെൻറ്റ്സ് ഉണ്ട്. കുറച്ച് സ്റ്റേറ്റ്മെൻറ്റ്സ് കഴിഞ്ഞിട്ടാണ് ഞാൻ ഇൻറ്റ് എ എന്ന് ഡിക്ലെയർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇൻറ്റ് എ എന്ന് പറഞ്ഞ ഡിക്ലറേഷൻ്റെ സ്കോപ്പ് ഡിക്ലറേഷൻ ഓർഡർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ബി എന്ന് പറയുന്ന ഒരു സബ്റൂട്ടീൻ ഉണ്ട്. ബി എന്ന് പറഞ്ഞ സബ്റൂട്ടീനകത്ത് കുറച്ച് സെറ്റ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ്സ് ഉണ്ട്. ആ സെറ്റ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ്സ് കഴിഞ്ഞിട്ടാണ് ഇൻറ്റ് എ എന്ന് ഞാൻ ഡിക്ലെയർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ എ എന്ന് പറഞ്ഞ വേരിയബിളിൻ്റെ സ്കോപ്പ് ഈ പോയിന്റിൽ നിന്ന് താഴോട്ട് മാത്രമേ ഉള്ളൂ, അതോ ഇതിൻ്റെ എബവ് സ്റ്റേറ്റ്മെൻറ്റ്സിലോട്ടും ഇതിൻ്റെ സ്കോപ്പ് ഉണ്ടോ എന്നിട്ട് ഡിറ്റർമൈൻ ചെയ്യുന്നതിനാണ് എന്തെന്ന് പറയുന്നത് ഡിക്ലറേഷൻ ഓർഡർ. അപ്പോൾ പല പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് എടുത്തു കഴിഞ്ഞാലും ഡിക്ലറേഷൻ ഓർഡർ എന്ന് പറയുന്നത്, ഡിക്ലറേഷൻ ഓർഡറിനകത്തുള്ള സ്കോപ്പ് എന്ന് പറയുന്നത് പല രീതിയിലായിരിക്കും ഇംപ്ലിമെൻറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ C99, C++, ജാവ, C#, ഈ ലാംഗ്വേജസ് ഒക്കെ എടുത്തു കഴിഞ്ഞാൽ വേരിയബിൾ ഡിക്ലറേഷൻസ് ക്യാൻ അപ്പിയർ എനിവെയർ. എവിടെ വേണമെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം, വേരിയബിൾ ഡിക്ലറേഷൻസ് എഴുതാനായിട്ട് പറ്റും. ഇനി C99, C++, ജാവ ഇതിനകത്തൊക്കെ ലോക്കൽ വേരിയബിളിൻ്റെ സ്കോപ്പ് എന്ന് പറയുന്നത് നമ്മൾ എവിടെയാണോ ഡിക്ലെയർ ചെയ്യുന്നത്, ഏത് പോയിന്റിലാണോ ഡിക്ലെയർ ചെയ്യുന്നത്, ആ ഡിക്ലെയർ ചെയ്യുന്ന പോയിന്റ് തൊട്ട് അതിൻ്റെ എൻഡ് ഓഫ് ദി ബ്ലോക്ക് വരെയും അതിൻ്റെ സ്കോപ്പ് ഉണ്ടാവും. ഇനി C# എന്ന് പറഞ്ഞ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വേരിയബിൾ എവിടെ ഡിക്ലെയർ ചെയ്താലും അതിൻ്റെ സ്കോപ്പ് എന്ന് പറയുന്നത് ആ ഹോൾ ബ്ലോക്കിലുണ്ടാവും, എൻറ്റയർ ബ്ലോക്കിലുണ്ടാവും. ആ സമയത്ത് C99, C++, ജാവ ലാംഗ്വേജിൽ നമ്മൾ എവിടെയാണോ ഡിക്ലെയർ ചെയ്യുന്നത് ആ പോയിന്റ് തുടങ്ങി അതിൻ്റെ എൻഡ് ഓഫ് ദി ബ്ലോക്ക് വരെ ഉണ്ടാവത്തുള്ളൂ. C# എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എവിടെ വേരിയബിൾ ഡിക്ലെയർ ചെയ്താലും, ഒരു ബ്ലോക്കിനകത്ത് എവിടെ വേരിയബിൾ ഡിക്ലെയർ ചെയ്താലും അതിൻ്റെ സ്കോപ്പ് എന്ന് പറയുന്നത് അത് ഹോൾ ബ്ലോക്കിൽ മൊത്തത്തിലായിരിക്കും. ഓക്കെ, ചില പ്രോഗ്രാമിംഗ് ലാംഗ്വേജസിൽ ഫസ്റ്റ് ഡിക്ലറേഷൻ ദെൻ യൂസേജ് അല്ലേ. അപ്പോൾ അങ്ങനെയുള്ള പ്രോഗ്രാമിംഗ് ലാംഗ്വേജസിൽ ചില ഡിസഡ്വാൻറ്റേജസ് ഒക്കർ ചെയ്തത് കൊണ്ടാണ് പിന്നീട് ഡെവലപ്പ് ചെയ്ത ഹൈ ലെവൽ ലാംഗ്വേജസിലൊക്കെ ഇറസ്പെക്റ്റീവ് ഓഫ് ദ പൊസിഷൻ നമുക്ക് എവിടെ വേണമെങ്കിലും ഡിക്ലെയർ ചെയ്യാം എന്നുള്ള രീതിയിൽ ഡിസൈൻ ചെയ്തത്. നെക്സ്റ്റ് ഇസ് ലെറ്റ് കൺസ്ട്രക്റ്റ് എന്താണെന്ന് നോക്കാം. ലെറ്റ് കൺസ്ട്രക്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പോൾ ലെറ്റ് കൺസ്ട്രക്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ലെറ്റ് കൺസ്ട്രക്റ്റിൽ നമ്മൾ എല്ലാം എഴുതുന്ന ഒരു ഫങ്ഷൻസ് ആയിട്ടായിരിക്കും. ഇപ്പോൾ ഇൻപുട്ട് ആയാലും ഔട്ട്പുട്ട് ആയാലും എല്ലാം ഒരു ഫംഗ്ഷൻ ആയിട്ടായിരിക്കും നമ്മൾ എഴുതുന്നത്. ഇപ്പോൾ ലെറ്റ് A1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ A is the argument and 1 is the value we are assigned to the argument A. ഇപ്പോൾ A1 എന്ന് കൊടുക്കുമ്പോൾ 1 എന്ന് പറഞ്ഞ വാല്യൂ എയിലോട്ട് അസൈൻ ആയി. ഈ സെക്കൻഡ് ബ്രാക്കറ്റ് കണ്ടോ, ഈ സെക്കൻഡ് ബ്രാക്കറ്റ് ഇടുമ്പോൾ മാത്രമാണ് അവിടെ എന്ത് സംഭവിക്കുന്നത്, 1 എന്ന് പറഞ്ഞ വാല്യൂ ഒബ്ജക്റ്റ് A എന്ന് പറയുന്ന ആർഗ്യുമെൻറ്റുമായിട്ട് ബൈൻഡിങ് നടക്കുന്നത്. സെക്കൻഡ് ലെറ്റ് ഫംഗ്ഷൻ നോക്കിക്കേ. ഈ സെക്കൻഡ് ലെറ്റ് ഫംഗ്ഷനകത്ത് ലെറ്റ് ഓഫ് A2, അപ്പോൾ അവിടെ 2 എന്ന് പറഞ്ഞ വാല്യൂവിനെ
എയിലേക്ക് അസൈൻ ചെയ്തു, പക്ഷെ അവിടെ ബൈൻഡിങ് നടന്നില്ല. കാര്യം എന്താ, ഇവിടെ ഒരു സെക്കൻഡ് ബ്രാക്കറ്റ് അവിടെ, ക്ലോസിംഗ് ബ്രാക്കറ്റ് അവിടെ മിസ്സിംഗ് ആണ്. ക്ലോസിംഗ് ബ്രാക്കറ്റ് അവിടെ മിസ്സിംഗ് ആയതുകൊണ്ട് അവിടെ എന്ത് നടന്നിട്ടില്ല, 2 എന്ന് പറയുന്ന വാല്യൂ എയിലോട്ട് അസൈൻ ആയിട്ടില്ല. അതായത് എയുടെ വാല്യൂ സ്റ്റിൽ എന്ത് തന്നെയാണ്, 1 തന്നെയാണ്. ഇനി ഇവിടെ A2 ഇവിടെ ബൈൻഡിങ് നടക്കുന്നതിന് മുന്നേ തന്നെ BA അവിടെ എന്താ സംഭവിച്ചേ, എ എന്ന് പറഞ്ഞ ആർഗ്യുമെന്റ് ബിയിലോട്ട് അസൈൻഡ് ആയി. അതായത് ബിയിലിരിക്കുന്ന വാല്യൂ എന്താണ്, എയിൽ ഇവിടെ 2 എന്ന് പറഞ്ഞ വാല്യൂ എയിലോട്ട് അസൈൻ ആയി, പക്ഷെ ബൈൻഡിങ് നടന്നില്ല. ബൈൻഡിങ് നടക്കാഞ്ഞുകൊണ്ട് സ്റ്റിൽ എയിലിരിക്കുന്ന വാല്യൂ എന്താണ്, 1 ആണ്. സോ ഇവിടെ എ ബിയിലോട്ട് അസൈൻ ചെയ്തപ്പോൾ ബിയിൽ വന്ന വാല്യൂ എന്താണ്, 1 ആണ്. നെക്സ്റ്റ് ബി ഇതെന്ന് വെച്ചാൽ റിട്ടേൺ ബി ആണ്. അപ്പോൾ റിട്ടേൺ ചെയ്യുന്ന വാല്യൂ എന്താണ്, 1 ആണ് റിട്ടേൺ ചെയ്തത്. ഇതാണ് ലെറ്റ് കൺസ്ട്രക്റ്റ്. നെക്സ്റ്റ് ഡിക്ലറേഷൻ ആൻഡ് ഡെഫിനിഷൻ. ഫസ്റ്റ് ഡിക്ലറേഷനകത്ത് നമ്മൾ ഇൻട്രൊഡ്യൂസസ് എ നെയിം ആൻഡ് ഇൻഡിക്കേറ്റ്സ് ഇറ്റ്സ് സ്കോപ്പ്. പക്ഷെ അവിടെ എന്തുണ്ടാവില്ല, ഇംപ്ലിമെൻറ്റേഷൻ ഡീറ്റെയിൽസ് കാണത്തില്ല. അപ്പോൾ ഡിക്ലറേഷൻ പാർട്ടിലായിരിക്കും നെയിം ഉണ്ടാവുക, അതിൻ്റെ സ്കോപ്പ് ഡീറ്റെയിൽസ് ഉണ്ടാവുക, പക്ഷെ അതിൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ ഡീറ്റെയിൽസ് ഡിക്ലറേഷൻ പാർട്ടിൽ കാണത്തില്ല. ഡെഫിനിഷൻ പാർട്ടിലായിരിക്കും എന്തുണ്ടാവുക, ഇംപ്ലിമെൻറ്റേഷൻ പാർട്ടും ഒബ്ജക്റ്റിൻ്റെ ഡിസ്ക്രിപ്ഷനും. ഓക്കെ, ഒരു എക്സാമ്പിൾ നോക്കാം. ഹിയർ സ്ട്രക്ട് മാനേജർ എന്ന് പറയുന്നതാണ് ഇവിടുത്തെ ഡിക്ലറേഷൻ. മാനേജർ എന്ന് പറയുന്നതാണ് ഒബ്ജക്റ്റ്. ഹിയർ മാനേജർ ഈസ് ഒബ്ജക്റ്റ് ഓഫ് ടൈപ്പ് സ്ട്രക്ട്. ഇനി ഡെഫിനിഷൻ എന്ന് പറയുന്നതാണ് ആ മാനേജർ എന്ന് പറഞ്ഞ ഒബ്ജക്റ്റിനകത്ത് എന്തൊക്കെയാണുള്ളത്. ഇതാണ് എന്ത്, ഡെഫിനിഷൻ. നെക്സ്റ്റ് ടോപ്പിക് ഇസ് നെസ്റ്റഡ് ബ്ലോക്ക് ആൻഡ് ലോക്കൽ വേരിയബിൾ സ്കോപ്പ്. നെസ്റ്റഡ് ബ്ലോക്ക് എന്ന് പറയുന്നത് നെസ്റ്റഡ് സബ് റൂട്ടീനുമായിട്ട് നിങ്ങൾ മിക്സ് ചെയ്യരുത്. നെസ്റ്റഡ് സബ് റൂട്ടീൻ വേറെയാണ്, നെസ്റ്റഡ് ബ്ലോക്ക് വേറെയാണ്. നെസ്റ്റഡ് ബ്ലോക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഓപ്പണിംഗ് കേളി ബ്രേസിനും ക്ലോസിംഗ് കേളി ബ്രേസിനും അകത്ത് കുറച്ച് സെറ്റ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ്. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ബ്ലോക്ക് എന്ന് പറയുന്നത്. സോ ആൽഗോൾ, സി, അഡ ഈ 3 പ്രോഗ്രാമിംഗ് ലാംഗ്വേജസിൽ ലോക്കൽ വേരിയബിൾസിനെ നമുക്ക് ബ്ലോക്കിനകത്ത് തന്നെ ഡിക്ലെയർ ചെയ്യാനായിട്ട് പറ്റും. കണ്ടോ, ഈ ഓപ്പണിംഗ് കേളി ബ്രേസ് ഈ ബ്ലോക്കിനകത്ത് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ലോക്കൽ വേരിയബിൾസിനെ ഡിക്ലെയർ ചെയ്യാനായിട്ട് പറ്റും. അങ്ങനെ ലോക്കൽ വേരിയബിൾസിനെ ബ്ലോക്കിനകത്ത് തന്നെ ഡിക്ലെയർ ചെയ്യുന്നത് കൊണ്ടുള്ള അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റൺ ടൈമിൽ നമുക്ക് ആ വേരിയബിൾസിന് വേണ്ടി മെമ്മറി അലോക്കേഷൻ ഡീഅലോക്കേഷൻ ചെയ്യേണ്ട കാര്യം വരുന്നില്ല. നെക്സ്റ്റ് മൊഡ്യൂൾസ് ആൻഡ് ഒബ്ജക്റ്റ് സ്കോപ്പ്. മൊഡ്യൂൾസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ലാർജ് ആപ്ലിക്കേഷൻസ് ഒക്കെ ഡെവലപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ മൊഡ്യൂൾസ് ആയിട്ടായിരിക്കും അത് ഡെവലപ്പ് ചെയ്യുക, അല്ലേ? മൊഡ്യൂൾസ് ആയിട്ട് ഡെവലപ്പ് ചെയ്യുമ്പോൾ കുറച്ച് അഡ്വാൻറ്റേജസ് ഉണ്ട്. അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻകാപ്സുലേറ്റിംഗ് ഡേറ്റ ആൻഡ് സബ് റൂട്ടീൻ. അപ്പോൾ നമുക്ക് ആ ഒരു മൊഡ്യൂളിനകത്ത് ആ മൊഡ്യൂൾ ഡെവലപ്പ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള വേരിയബിൾസിനെയും ഡേറ്റ ടൈപ്സിനെയും സബ് റൂട്ടീനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എൻകാപ്സുലേറ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ വേറെ മൊഡ്യൂൾസിൻ്റെ ഒരു അഡ്വാൻറ്റേജ് ആണ് അബ്സ്ട്രാക്ഷൻ അഥവാ ഇൻഫർമേഷൻ ഹൈഡിങ്. അതായത് ആ മൊഡ്യൂൾസിനകത്തുള്ള ഒബ്ജക്ട്സിൻ്റെ വിസിബിലിറ്റി എന്ന് പറയുന്നത് ആ ഒരു മൊഡ്യൂൾസിനകത്ത് മാത്രമായിരിക്കും. ഇനി നമുക്ക് വേണമെങ്കിൽ ആ ഒരു മൊഡ്യൂളിലുള്ള ഏതെങ്കിലും വേരിയബിൾസിനെ അല്ലെങ്കിൽ ഡേറ്റ ടൈപ്സിനെ അല്ലെങ്കിൽ സബ് റൂട്ടീൻസിനെ പുറത്തുള്ള മൊഡ്യൂളിലേക്ക് എനിക്ക് എന്ത് ചെയ്യാം, എക്സ്പോർട്ട് ചെയ്യാം വിത്ത് ദ ഹെൽപ്പ് ഓഫ് പെർമിഷൻ. എക്സ്പോർട്ട് വേണമെങ്കിൽ ചെയ്യാം. എക്സ്പോർട്ട് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ആ ഒബ്ജക്ട്സ് നമ്മുടെ മൊഡ്യൂൾസിനകത്ത് മാത്രമേ അതിൻ്റെ വിസിബിലിറ്റി കാണത്തുള്ളൂ. അതായത് എക്സ്പോർട്ട് ചെയ്തെങ്കിൽ മാത്രമേ അതിൻ്റെ വിസിബിലിറ്റി പുറത്തേക്ക് പോകത്തുള്ളൂ, അതിൻ്റെ സ്കോപ്പ് പുറത്തേക്ക് പോകത്തുള്ളൂ. അതുപോലെ തന്നെ പുറത്തുള്ള ഏതെങ്കിലും മൊഡ്യൂൾസിലുള്ള ഡേറ്റ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ മൊഡ്യൂൾസിനകത്തേക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇമ്പോർട്ട് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇമ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ പുറത്തുള്ള ഒബ്ജക്ട്സിന് വിസിബിലിറ്റി നമ്മുടെ മൊഡ്യൂളിലേക്ക് കിട്ടത്തുള്ളൂ. അല്ലാതെ ഇമ്പോർട്ട് ചെയ്യാണ്ട് നമുക്കൊരിക്കലും പുറത്തുള്ള മൊഡ്യൂളിൻ്റെ ഒബ്ജക്ട്സിൻ്റെ വിസിബിലിറ്റി നമുക്ക് കാണാനായിട്ട് പറ്റില്ല. വേരിയബിൾസ് നമ്മൾ ഇമ്പോർട്ട് എക്സ്പോർട്ട് ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞു. വേരിയബിൾസ് എക്സ്പോർട്ട് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ നമ്മുടെ മൊഡ്യൂളിൽ നിന്നും എന്തെങ്കിലും വേരിയബിൾസ് വേറൊരു മൊഡ്യൂളിലേക്ക് എക്സ്പോർട്ട് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ അത് എപ്പോഴും റീഡ് ഓൺലി ആയിട്ട് മാത്രമേ അത് എക്സ്പോർട്ട് ചെയ്യത്തുള്ളൂ. ഇനി ഇമ്പോർട്ട് എക്സ്പോർട്ട് ചെയ്യുമ്പോഴത്തേക്ക് അതിനകത്ത് 2 സ്കോപ്പ് ഉണ്ട്, ക്ലോസ്ഡ് സ്കോപ്പും ഉണ്ട്, ഓപ്പൺ സ്കോപ്പും ഉണ്ട്. ക്ലോസ്ഡ് സ്കോപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നെയിംസ് മസ്റ്റ് ബി എക്സ്പ്ലിസിറ്റ്ലി ഇമ്പോർട്ടഡ് ആർ സെറ്റ് ടു ബി ക്ലോസ്ഡ് സ്കോപ്പ്. ഇമ്പോർട്ട് ചെയ്യുന്ന നെയിംസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ക്ലോസ്ഡ് സ്കോപ്പ് എന്ന് പറയുന്നത്. ഇനി ഓപ്പൺ സ്കോപ്പ് എന്താണ്, മൊഡ്യൂൾസ് ദാറ്റ് ഡു നോട്ട് റിക്വയർ ഇമ്പോർട്ട്സ്. ഇമ്പോർട്ട്
ആവശ്യമില്ലാത്ത മൊഡ്യൂൾ, അതായത് നമ്മളുടെ മൊഡ്യൂൾസിലുള്ള ഡേറ്റിനെ ഇമ്പോർട്ട് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ അതിനെയാണ് എന്തെന്ന് പറയുക, ഓപ്പൺ സ്കോപ്പ് എന്ന് പറയാം. അപ്പോൾ ഓപ്പൺ സ്കോപ്പിന്റെ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം നമ്മൾ ഇമ്പോർട്ട് ചെയ്യുമ്പോൾ ഇപ്പം നമ്മളുടെ മൊഡ്യൂളിലുള്ള അതേ വേരിയബിൾ നെയിം തന്നെ വേറെ മൊഡ്യൂൾസിലും ഉണ്ടാവാം അല്ലേ. അപ്പോൾ നമ്മൾ ഇമ്പോർട്ട് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അവിടെ ഒരിക്കലും എന്തുണ്ടാവത്തില്ല, നെയിം കോൺഫ്ലിക്റ്റ് ഉണ്ടാകത്തില്ല. കണ്ടോ, അവിടെ ഒരിക്കലും നെയിം കോൺഫ്ലിക്ട്സ് അവിടെ ഹാപ്പൻ ചെയ്യത്തില്ല. നമ്മൾ നമ്മുടെ മൊഡ്യൂളിലുള്ള ഡേറ്റനെ വേറൊരു മൊഡ്യൂളിലേക്ക് വേറൊരു മൊഡ്യൂളിലേക്ക് നമ്മൾ അതിനെ ഇമ്പോർട്ട് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഒരിക്കലും അവിടെ എന്ത് ഹാപ്പൻ ചെയ്യത്തില്ല, നെയിം കോൺഫ്ലിക്റ്റ് സെയിം നെയിം കോൺഫ്ലിക്റ്റ് ഹാപ്പൻ ചെയ്യത്തില്ല. അതിന് എക്സാമ്പിളാണ് ജാവ, C#, പേൾ, പൈത്തൺ, അഡ, ഹാസ്കിൽ അങ്ങനെയുള്ള പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്. നെക്സ്റ്റ് ഇസ് ഡൈനമിക് സ്കോപ്പിംഗ്. ഡൈനമിക് സ്കോപ്പിംഗ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ബൈൻഡിങ് നടക്കുന്നത് റൺ ടൈം അഥവാ എക്സിക്യൂഷൻ ടൈമിലായിരിക്കും അവിടെ എന്ത് നടക്കുന്നത്, ബൈൻഡിങ് നടക്കുന്നത്. അപ്പോൾ അതിന് അങ്ങനെയുള്ള പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ്, ഡൈനമിക് സ്കോപ്പ് ഹാപ്പൻ ചെയ്യുന്ന പ്രോഗ്രാമിംഗ് ലാംഗ്വേജസിന് എക്സാമ്പിളാണ് പേൾ. അതായത് റൺ ടൈമിൽ മാത്രമേ ഇവിടെ നെയിം ടു ഒബ്ജക്റ്റ് ബൈൻഡിങ് അവിടെ നടക്കത്തുള്ളൂ. അതായത് നമുക്ക് കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്നത് എക്സിക്യൂഷൻ ഫ്ലോ അനുസരിച്ചിട്ടുള്ള വാല്യൂ ആയിരിക്കും ഡൈനമിക് സ്കോപ്പിൽ നമുക്ക് കിട്ടുന്നത്. കറൻ്റ്ലി എക്സിക്യൂട്ട് ആയിട്ട് നിൽക്കുന്ന വേരിയബിൾസിൻ്റെ വാല്യൂ ആയിരിക്കും നമുക്ക് ഡൈനമിക് സ്കോപ്പിൽ കിട്ടുക. സ്റ്റാറ്റിക് സ്കോപ്പിൽ പക്ഷേ അങ്ങനെയല്ല, നമ്മളെപ്പോഴും ബൈൻഡ് ചെയ്യുന്നത് ഗ്ലോബൽ വേരിയബിളായിട്ടാണ്. ഡൈനമിക് സ്കോപ്പിൽ എങ്ങനെയാണ്, നമ്മൾ ഓൾവേസ് ബൈൻഡ് ചെയ്യുന്നത് ലോക്കൽ വേരിയബിളായിട്ടായിരിക്കും. അപ്പോൾ ആ ഒരു എക്സിക്യൂഷൻ ഫ്ലോ അനുസരിച്ചിട്ടുള്ള വാല്യൂ ആയിരിക്കും നമുക്കവിടെ കിട്ടുക.